ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഗൈസ്. കാരണം ഞാൻ വിചാരിക്കും എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്നുള്ളത്. ഞാൻ വേറൊരാൾക്ക് ഇങ്ങനെ കണ്ടില്ല കേട്ടോ. എന്തോ എന്തോ ഉണ്ട്, ഇതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. അപ്പൊ ഞാൻ പറയാം. അപ്പൊ ആദ്യം എന്റെ കോലം എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ മെലിഞ്ഞില്ലേ. ഇപ്പം ഞാൻ 66 സംതിങ് ആയിട്ടുണ്ട്, 66.20. അങ്ങനെ ആ ഒരു വെയിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. 71.680 അതായിരുന്നു എൻ്റെ. ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അതൊന്ന് 67 എത്തിച്ചത് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ്. ഡയറ്റ് എടുത്തിട്ടുണ്ട്. കാരണം 25 days ആണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ജിമ്മിൽ പോയത്. ആ ഒരു സമയം കൊണ്ട് എത്രയും വെയിറ്റ് ലോസ് ഞാൻ എത്തിച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ഡയറ്റ്, ഷുഗർ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു, എക്സസൈസ്, വെയിറ്റ് ട്രെയിനിങ്, ഇത് 4 കൂടി ചെയ്തിട്ടാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് വന്നത്. അപ്പോ അപ്പൊ ഞാൻ 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 വിചാരിക്കുന്നു ഒരു 3 months ഒക്കെ ആകുമ്പോൾ, ഒരു മാസം കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ ഞാൻ നല്ല ചേഞ്ച് വരും, അത് കണ്ടിന്യൂ ചെയ്യണം. കാരണം ഒരു സ്ഥലത്തേക്ക് ഞാൻ നിർത്താതെ എന്ത് തുടങ്ങിയിട്ടാലും ഞാൻ കംപ്ലീറ്റ് ചെയ്യലില്ല. പക്ഷെ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഒന്നാമത് ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെന്താ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും അടിപൊളിയാണ് കേട്ടോ. സാധാരണ ഈ ലേഡീസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈഗോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയില്ല, ഞാൻ പല ജിമ്മിലും പോയിട്ടുണ്ട്, പുറത്തോട്ട് കൂടെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ഒരു കംഫർട്ട് സോണാണ് കേട്ടോ എനിക്ക് അവിടെ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മൺഡേ എന്തായാലും ഞാൻ ലീവാന്ന് പറഞ്ഞിട്ടാണ് സാറ്റർഡേ ഞാൻ ജിമ്മിൽ നിന്ന് വരുന്നത്. കാരണം എനിക്ക് ഞാൻ നക്ഷത്രന്റെ ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ ഓണം കളക്ഷൻസ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഷൂട്ട് ചെയ്യണമായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് പ്ലാൻസ് ഉണ്ട്. പിന്നെ എന്റെ ബർത്ത്ഡേ മന്തും കൂടിയാണിന്ന്. അപ്പം എല്ലാം ഞാൻ എല്ലാം ചെയ്ത് എന്താ പറയാ, അടിപൊളിയാക്കാൻ വേണ്ടിയുള്ള പ്ലാനൊക്കെ ചെയ്തു. കാരണം പ്ലാൻ ഇല്ലാതെയാണ് പലതും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അട്ട് ഫ്ലോപ്പ് ആവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ എല്ലാം പ്ലാൻ ചെയ്തിട്ട് സൺഡേ നൈറ്റ് മുല്ലപ്പൂന് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്താണ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനത് പറയാൻ വേണ്ടിയിട്ട് പോവാം ഭർത്തുവിൻ്റെ അടുത്തേക്ക്. സൺഡേ ഒരു കുഴപ്പമില്ല. സാറ്റർഡേ ജിമ്മ് കഴിഞ്ഞ് വീട്ടിലെത്തി. സൺഡേ എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാനും ചേച്ചിയും ചേട്ടനൊക്കെ മലപ്പുറത്തായിരുന്നു. അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കോഴിക്കോടേക്ക്. അപ്പൊ അവരവിടെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ പോയി. അപ്പൊ തിരിച്ചു വരുന്നത് ഭർത്തുവിന്റെ കൂടെ ബൈക്കിൽ. അപ്പൊ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെയിൽ കൊണ്ടിട്ടായിരിക്കും രാത്രി ആയപ്പം തുമ്മലും ചീച്ചലും ഒക്കെ. ഈ അലർജി എനിക്ക് പെട്ടെന്ന് വരുന്നതാ. ഞാൻ വിചാരിച്ചു പോവുമായിരിക്കും 2 ദിവസം. മറ്റേ സിട്രസിന് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. കുഴപ്പമില്ലാതെ പിറ്റേ ദിവസമൊക്കെ എനിക്ക് ഇപ്പൊ എന്താണെങ്കിലും ചെയ്യാൻ പറ്റലുണ്ട്. പക്ഷെ നൈറ്റ് ആയപ്പോഴേക്കും എനിക്ക് വയ്യ. തുമ്മി 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 ഇപ്പോഴും എന്റെ ശബ്ദം ഇല്ല. ഇങ്ങനെ എനിക്ക് ഭയങ്കര സ്ട്രെയിൻ ആവുന്നുണ്ട് സംസാരിക്കുമ്പോൾ. എന്നാലും ഞാൻ പറഞ്ഞിട്ട്, കാരണം എന്റെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവരിങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പൊ വീഡിയോസ് ഇടാത്ത, ജിമ്മിന്റെ അപ്ഡേറ്റ് നിർത്തി. കാരണം 25 days ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തതാ ലാസ്റ്റ് സാറ്റർഡേ. അപ്പം ഇത്രയും ദിവസം എന്താ ജിമ്മ് നിർത്തിയോ എന്നൊക്കെയാണ് എല്ലാവർക്കും അറിയേണ്ടത്. കാരണം ചിലരിൻ്റെ അടുത്ത് പറയണ്ടേ അനക്ക് പറ്റിയ പരിപാടിയില്ല. പിന്നെ പുറത്തൊന്നും അത്ഭുതമായിരുന്നു. ഞാൻ അത്രയും കണ്ടിന്യൂസ് ആയിട്ട് പെരും മഴയാണെങ്കിൽ പോലും ഞാൻ പോകലുണ്ട്. അപ്പൊ അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും ദൈവം പോണ്ട, കുറച്ച് ബ്രേക്ക് എടുക്കുന്നുള്ള ലെവലിലിട്ടത്. അപ്പൊ അതെന്താന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ സാറ്റർഡേ കഴിഞ്ഞ് സൺഡേ ഇതേപോലെ ചേച്ചി ചേട്ടൊക്കെ വന്ന് ടൗണിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. നൈറ്റ് ആയപ്പോൾ ഇതേപോലെ തുമ്മൽ തുടങ്ങി. അപ്പൊ ഞാൻ പുറത്തോട് സിട്രസം വാങ്ങിച്ച് കുടിച്ചിട്ട് എനിക്ക് ഒരാൾക്കും കിട്ടില്ല. രാത്രിയാകുമ്പോഴേക്കും കുറുക ശ്വാസം മുട്ടലൊക്കെ. അങ്ങനെ ഞങ്ങള് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം ഇതാണ് വൈറൽ ഫീവർ ആണ്. മെഡിസിൻ തന്ന് ആന്റിബയോട്ടിക്, ചെസ്റ്റിൽ നല്ലോണം കഫ് ഉണ്ടെന്ന് പറഞ്ഞ് ആന്റിബയോട്ടിക് തന്ന് കുടിച്ചു തുടങ്ങി. ഇത് മൺഡേ കേട്ടോ. 2 ദിവസം കുടിച്ചു കഴിഞ്ഞപ്പം എനിക്ക് എന്തോ ഒരു ക്ഷീണൊക്കെ, തീരെ മാറാത്ത പോലെ. കഫം പോകുന്നുണ്ടെന്ന് വെച്ചാൽ പോകുന്നുണ്ട്, പക്ഷെ പോകുന്നതിന്റെ ഡബിള് എനിക്ക് അറിയാൻ പറ്റും. ഇവിടുന്ന് ഇങ്ങനെ വലിയ ഈ സാധനം എനിക്കിങ്ങനെ അറിയാം, കഫമുള്ള പോലെ. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ചുമക്കലുണ്ട് ഞാൻ, പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് കഫം എനിക്ക് മഴയത്ത് പോയി വന്നിട്ടാണോ എന്തെന്ന് അറിയില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു ദിവസം ജിമ്മ് കഴിഞ്ഞിട്ട് ഞാനൊരു റീല് കണ്ടു. റീലിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ജിമ്മ് കഴിഞ്ഞുള്ള സ്വെറ്റായിട്ട് നല്ല മഴയത്ത് നനഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അന്നത്തെ ദിവസം റെയിൻകോട്ട് ഉണ്ട് എന്റെ കയ്യിൽ. പക്ഷെ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് മഴ പെയ്തത്. ഞാൻ വെച്ചാൽ നിർത്തിയിടണ്ടല്ലോ, എന്നാലും നനഞ്ഞില്ല. ചേച്ചി വീടെത്തുന്നവരെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെച്ചാൽ അതുകൊണ്ടായിരിക്കും ഇപ്പം തുമ്മലും ഈ തണുപ്പടിച്ചിട്ടായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് എനിക്ക് ഫസ്റ്റ് ഡോക്ടറെ കാണിച്ച് 2 ദിവസം കഴിഞ്ഞ് മെഡിസിൻ എടുത്തിട്ടും ക്ഷീണം മാറായിട്ട് ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കാണിച്ചു. അടുത്തുള്ള ഇക്ര ഹോസ്പിറ്റലിൽ കാണിച്ച് അവിടെ ചെന്നപ്പം ഇതേപോലെ നമ്മൾ ഓക്സിജൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, BP ലോ ആയിരുന്നു. അപ്പൊ ഒരു ട്രിപ്പൊക്കെ ഇട്ടിട്ട് വേദന പാരസെറ്റമോൾ ഒക്കെ തന്ന്
വിട്ട്. ആ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിട്ട്. അങ്ങനെ 11 മണിയായിട്ട് നൈറ്റ് വീട്ടിലെത്തുമ്പോൾ, കാരണം ഭർത്ത് വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നത്. രാത്രി ആകുമ്പോഴേക്കും അധികമായത്. അങ്ങനെ 11 ആയതുകൊണ്ട് ഇനിയിപ്പം ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കണ്ടേ. സാധാരണ എനിക്ക് അങ്ങനെ പനി, ജലദോഷം, തുമ്മലൊക്കെ ഉണ്ടെങ്കിൽ ബിരിയാണി വരെ ഞാൻ കഴിക്കുന്ന ആളാണ്. എനിക്ക് അതിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. സാൻഡ്വിച്ച് കഴിച്ച് നൈറ്റ് 11:30 ആയിട്ടോ. ഞാൻ 12 മണിക്ക് 1 മണിക്കൊക്കെ ഫുഡ് കഴിക്കുന്ന ആളെ. എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ സാൻഡ്വിച്ച് കഴിച്ച് ഉറങ്ങി. കാരണം മരുന്നൊക്കെ കുടിച്ച് ഉറങ്ങി. ഒരു പുലർച്ചെ 3 മണി ആയപ്പം എനിക്ക് വയറ് ഭയങ്കര അസ്വസ്ഥത. അപ്പം ബാത്റൂം പോകുന്നു. നോർമലി നമ്മള് ടോയ്ലറ്റിൽ പോകാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി. അപ്പൊ പോയപ്പോ ഫസ്റ്റ് വോമിറ്റാ ചെയ്തത്. ഞാൻ വോമിറ്റ് ചെയ്യാണ്ടായിട്ടായിരിക്കും ഇനിയിപ്പം കഴിച്ച് പറ്റിയിട്ടുണ്ടാവില്ല. നമ്മളങ്ങനെ ഹോട്ടലുകാരെയാണല്ലോ തെറ്റിദ്ധരിക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തീരെ പറ്റില്ല. അങ്ങനെ പുലർച്ചെ സമയത്ത് തന്നെ ഒരു 3-4 പ്രാവശ്യം ഞാൻ ബാത്റൂമിൽ പോയിട്ടുണ്ട്. ഛർദ്ദിക്കാൻ വയറ്റുന്നു പോവാ, ഛർദ്ദിക്കാൻ വയറ്റുന്നു പോവാ. ഇത് തന്നെ. അപ്പൊ ഞാൻ രാവിലെ ആവുമ്പോൾ കുറേയിരിക്കും. അങ്ങനെ രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിച്ച് ഇതേപോലെ ഇരിക്കുമ്പോൾ പിന്നെയും വോമിറ്റ് ചെയ്ത്. തിന്ന സാധനങ്ങളും എന്ത് കുടിക്കുന്ന ഒക്കെ ബാത്റൂമിലും പോവാ, ഛർദ്ദിക്കും ചെയ്യാം. ഞാൻ ഭയങ്കര ടയേർഡായി. അങ്ങനെ വൈകുന്നേരം വരെ അങ്ങനെ പോയി. കാരണം പുറത്ത് വർക്കിന് പോയി. ഞാൻ വെള്ളം കുടിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം കുറേയായിരിക്കും. ചിലപ്പോൾ അത് കഴിച്ച് പറ്റാണ്ടായിരിക്കും. ഓൾറെഡി മെഡിസിൻ എടുക്കണ്ടല്ലോ, ആന്റിബയോട്ടിക് എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വേഴ്സ് ആവില്ലല്ലോ. പാരസിറ്റമോൾ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മാറിയിരിക്കുന്നു. പക്ഷെ നല്ല നമുക്കൊരു റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. ഈ വോമിറ്റ് ചെയ്യുമ്പോഴാണ് ഭയങ്കര സുഖം. വോമിറ്റ് ചെയ്യുമ്പോഴും ബാത്റൂം പോകുമ്പോഴും എന്തോ ക്ലിയർ ആവുന്ന പോലെ നമുക്ക് ഫീൽ ആവുന്നുണ്ട്. എനിക്ക് ക്ഷീണം വരുന്നത് സംസാരിക്കുമ്പോൾ. അങ്ങനെ ലൈക്ക് ഞാൻ എന്ത് ചെയ്ത് നോർമലാക്കി വിട്ട് പുറത്ത് വരുമ്പോൾ ORS കൊടുത്തന്ന് ORS കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വയ്യാണ്ടായി. ഇതേപോലെ നല്ല മറ്റേ ഷിവറിങ്, നല്ല പനി എന്ന് പറഞ്ഞാൽ പൊള്ളുന്ന പനി. അമ്മേന്റെ കൈ വെച്ച് അമ്മ പറയുമോ പൊള്ളുന്നു. അങ്ങനെ എനിക്ക് വിറച്ച് പനിക്കുക. ഞാൻ ഫാൻ ഓഫ് ആക്കി പുതച്ചിട്ടും എനിക്ക് കട്ടിയുള്ളൊരു അങ്ങനത്തെ ഒരു പുതപ്പാ. അത് പുതച്ചിട്ടും എനിക്ക് ഭയങ്കര വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഈ ഒരു വര പോലെ എനിക്ക് ഇത് അടുത്തൊന്നും വന്നില്ല. ഡെലിവറിന്റെ സമയത്ത് ഒരു ഇങ്ങനെ വിറച്ചില്ല. പക്ഷെ ഇങ്ങനെ വിറച്ചിട്ട് ഈ നിൽക്കാൻ കഴിയില്ല. തലവേദന ആണെങ്കിൽ ഇങ്ങനെ കുത്തി പറിക്കുന്ന വേദന. ലാസ്റ്റ് ഞാൻ അമ്മയോട് പറഞ്ഞ് ഛർദ്ദിക്കാനുണ്ട് പറഞ്ഞിട്ട് അമ്മ ഒരു മഗ്ഗൊക്കെ കൊണ്ടുതന്ന് ഞാൻ കേട്ടെന്നിടത്ത് തന്നെ ഛർദ്ദിച്ച്. അങ്ങനെ 2-3 പ്രാവശ്യം ഛർദ്ദിച്ചപ്പോൾ അത് ക്ലിയർ ആയി. കുഴപ്പമില്ലാതെ നിർത്തി. അന്നത്തെ ദിവസം എങ്ങനെയോ ഹോസ്പിറ്റലിൽ പോകാണ്ട് രക്ഷപ്പെട്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഇതേപോലെ തന്നെ വയറ്റിന്ന് പോകുന്നുണ്ട്. പക്ഷെ ഈ ORS കുടിച്ചതുകൊണ്ട് അങ്ങനെ പ്രോപ്പറായിട്ട് പോണില്ല. എനിക്ക് അസ്വസ്ഥ. ഞാൻ പറഞ്ഞു ORS കുടിക്കേണ്ടിയില്ല, ഒരു ബാത്റൂം പോകുമ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നു, ഇത് എനിക്ക് തീരെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറെ കാണിക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട, മരുന്നുണ്ടല്ലോ നോക്കാൻ പറഞ്ഞു. അങ്ങനെ പുറത്ത് വർക്കൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പം അച്ഛനും അമ്മയൊക്കെ വന്നിട്ട് എനിക്ക് വയ്യ പറഞ്ഞ് പിന്നെ അവരെവിടെയും പോയി വരികയായിരുന്നു, പുറത്തുണ്ട് അച്ഛനും അമ്മയൊക്കെ. അപ്പൊ അമ്മയും അച്ഛനൊക്കെ പറയുന്നുണ്ട് ഒന്നും കൂടി കാണിച്ചേക്ക്. എനിക്ക് എണീറ്റ് നിൽക്കാൻ ഇപ്പം കുറെ ബെറ്റർ ആയതാണ് കേട്ടോ. എനിക്ക് എണീറ്റ് നിൽക്കാൻ കഴിയില്ലല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പൊ അമ്മ ഒന്നുകൂടി കാണിച്ചേക്ക്, ഇപ്പൊ എന്തൊക്കെ പനിയുള്ളതാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ പുറത്ത് എന്തായാലും നമുക്ക് പോവാം. എനിക്ക് മനസ്സിലായി എന്റെ കയ്യിൽ നിൽക്കൂല അത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ ആന്റിബയോട്ടിക് കുടിച്ചിട്ടും പനിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം, എന്താ ഉള്ളത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അതിൽ എന്തോ ഒരു വാല്യൂ കൂടുതലാണ്. പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട്. യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ പനിക്കുമല്ലോ, അതുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഈ വയറുവേദന ഇതൊക്കെ എന്താന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യണമെങ്കിൽ LFT കൂടി പറഞ്ഞു. കാരണം ലിവറിന് കുറച്ച് ഇൻഫെക്ഷൻ ഉണ്ട്. അത് ഇൻഫ്ലമേഷൻ എന്താന്നുള്ളത് അറിയില്ല. ഇനി ഫാറ്റി ലിവർ ആണോ ഇനിയിപ്പോൾ മഞ്ഞപ്പിത്തത്തിന്റെ സ്റ്റാർട്ടാണോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം വാല്യൂസ് കുറച്ച് ALTയോ AST അങ്ങനെ എന്തൊക്കെയോ ഹൈ ആണ് വാല്യൂ. മെഡിക്കൽ ടേംസ് ആയിട്ട് വലിയ ബന്ധമില്ലാത്തതിനോട് അങ്ങനെ പറയാം. അപ്പം ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് LFT ചെയ്യാൻ പറഞ്ഞ്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് ചെയ്തപ്പം ഇതാണ് അവസ്ഥ. ബോർഡർ ലൈനിലാണ്. മഞ്ഞപ്പിത്തം തുടങ്ങിയില്ല, ആ ഒരു സ്റ്റേജിലാണ്. അപ്പം ഇന്നലെയാണ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നോക്കിയിട്ട് നാളെ ഒന്നുകൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോഴും ഇതേപോലെ വോമിറ്റിംഗ് ഉണ്ട്. ഞാൻ ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുന്നേ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുന്നേ വോമിറ്റ് ചെയ്ത് ഇതേപോലെ ലൂസ് മോഷനാണ്. ഭയങ്കര സീനാണ്. എന്താ ഇങ്ങനെ ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് എങ്ങനെയാന്ന് എനിക്കറിയില്ല. സത്യമായിട്ടും ഭയങ്കര ക്ഷീണവും. ഇതിപ്പോ കഴിഞ്ഞ എനിക്ക് ബാത്റൂം പോകേണ്ടി വരും. എന്തെങ്കിലും കഴിക്കുക കുടിക്കുക. അപ്പൊ മെഡിസിൻ കഴിച്ചപ്പോ കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ വോമിറ്റ് ചെയ്ത് അത് കളഞ്ഞപ്പോ സമാധാനം.
ഒന്നും വയറ്റിനുള്ളിലേക്ക് പറ്റാത്തൊരവസ്ഥയുണ്ട്. എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യാന്നുള്ളത്. ഇനിയിപ്പോ നാളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്താലേ അറിയുള്ളൂ. ഇന്നലെ നൈറ്റിൽ ഞാൻ ഒരു രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. രാവിലെ പിന്നെയും നല്ലോണം ടയർഡാകുമ്പോൾ ഒത്തിരി നേരം ഒന്ന് ഉറങ്ങാന്നല്ലാതെ നൈറ്റ് ഒന്നും ഉറങ്ങാനേ പറ്റില്ല. കമന്ന് കിടക്കാൻ പറ്റില്ല. വേദന ഇതെന്താന്ന് എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇനിയിപ്പം നാളെ ബ്ലഡ് ടെസ്റ്റ് ഒന്നുകൂടെ LFT ചെയ്തിട്ട് ഈ വാല്യൂസ് കൂടുകയാണെങ്കിൽ മഞ്ഞപ്പിത്തമാണെന്ന് കൺഫേം ചെയ്യാൻ പറ്റും. എനിക്ക് പേടി മോളുള്ളതല്ലേ. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ. അതൊന്ന് കൺഫേം ചെയ്ത് കിട്ടിയാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അതാണ് ഞാൻ എങ്ങനെയാ ഗൈസ് വീഡിയോ ചെയ്യാം. പിന്നെ ഡയറ്റ്, ഇപ്പൊ ഡയറ്റ് ഒന്നുമില്ല. അപ്പൊ കഞ്ഞി മാത്രമാണ്, കഞ്ഞി മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ, അതും ഉപ്പ് കുറച്ചിട്ട്. അതാണ് എന്താ, പെട്ടെന്നാണ് ഭക്ഷണമൊക്കെ കയ്യിൽ നിന്ന് തെന്നി മാറിപ്പോയത്. ഫുൾ ഡയറ്റ്. സത്യം പറഞ്ഞാൽ എനിക്ക് PCOD വന്നു തുടങ്ങിയത് ഞാൻ മറ്റേ ഡയറ്റ് തുടങ്ങിയ ഒരു സമയത്താണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല പ്രോപ്പറായിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഡയറ്റ് ഒക്കെ എടുത്ത് എക്സസൈസ് ഒക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എൻ്റെ ബോഡിക്ക് സഹിക്കാഞ്ഞത്. അപ്പോഴാണ് ഈ പണ്ടാരം പിടിച്ച സാധനങ്ങളൊക്കെ ഇപ്പോൾ വരാൻ തുടങ്ങിയത്. എനിക്കറിയില്ല എന്താ എങ്ങനെയെന്നുള്ളത്. എന്ത് എന്ത് ഞാൻ നല്ലത് ചെയ്താലും ഇതിൻ്റെ അവസ്ഥ. അപ്പൊ എനിക്ക് ജിമ്മിൽ പോയിട്ട് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ നമുക്ക് എന്താ, എനിക്ക് വേണമെങ്കിൽ പോയി അവിടെ വയ്യാണ്ട് ഭർത്താവ് ഉണ്ടാക്കി തരും, വിളിക്കാൻ. പക്ഷെ എന്താന്ന് കൺഫേം ചെയ്യാതെ വേറൊരാൾക്കും കൂടി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ അനുഭവിക്കുന്ന വേദന എന്താന്ന് എനിക്കറിയാം. അനങ്ങാൻ വയ്യ ഗൈസ്. ക്ഷീണം, എണീറ്റ് നടക്കാൻ കഴിയില്ല. ഒരാൾ വേണം എനിക്ക് ബാത്റൂമിലേക്ക് വരെ പോകാൻ വേണ്ടിയിട്ട്. അത്രയും ക്ഷീണം. ഞാൻ പിന്നെ ഈ ഒരു കാര്യം എന്താന്നുള്ളത് പറയാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയും. എൻ്റെ ലൈഫിൽ ഒന്നും പോസിറ്റീവായി നടക്കുന്ന ഇഷ്ടമല്ല എന്നുകൊണ്ട് ദൈവത്തിന്. നടന്ന അപ്പം തന്നെ എനിക്ക് എന്തെങ്കിലും ഇതേപോലെ ഇന്നലെയൊക്കെ വേദനിച്ച് പെടഞ്ഞ് കരയായിരുന്നു. എനിക്ക് അറിയില്ല എങ്ങനെയാ അത് ഞാൻ ടോളറേറ്റ് ചെയ്യണമെന്നുള്ളത്. ഇപ്പോഴും എനിക്ക് ഇരിക്കുമ്പോൾ ആ ഒരു അസ്വസ്ഥത ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ വീഡിയോസ് ഇടാതായതിൻ്റെ കാര്യങ്ങൾ. പിന്നെ എൻ്റെ ബർത്ത്ഡേ ആയി ഗൈസ്. ഈ മന്ത് ഒരു കഷ്ണം കേക്ക് പോലും കഴിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. അത്രയും എനിക്ക് വയറുവേദന ഉണ്ട്. അപ്പോൾ ഓയിലി ഫുഡ് കംപ്ലീറ്റ്ലി ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യാനാ പറഞ്ഞത്. സോ എന്തായാലും റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ വീഡിയോ ചെയ്തിരിക്കും. ഒന്നും ഇല്ലാണ്ടൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കാം കേട്ടോ. അടുത്ത വീഡിയോ ചെയ്ത്